ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ പ്രിപ്പറേഷൻ പീരീഡ് കുറച്ച് ബിറ്ററാണ്, ശരിയാണ്. നമ്മുടെ കംഫോർട്ട് സോണൊക്കെ വിട്ട് രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട്, നമുക്ക് ഡിസയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ഫ്രൂട്ട് കുറച്ചധികം സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഡെയിലി നമ്മൾ ക്യൂസ് നടത്തുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാം ചാനൽ വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തിടുക. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലോ കോളേജുകൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ലോ കോളേജുകളിലുള്ള പ്രധാനപ്പെട്ട റിസർവേഷൻസിനെ പറ്റിയാണ്. ഓക്കെ, റിസർവേഷൻസ് ഇൻ ക്ലീ. അപ്പോൾ 3 ഇയറുകാർക്കും 5 ഇയറുകാർക്കും ഏകദേശം റിസർവേഷനൊക്കെ ഒരുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഞാൻ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം 4 ഗവൺമെൻറ് കോളേജുകളാണ് നമുക്കുള്ളത്. 4 ഗവൺമെൻറ് കോളേജസ് ആണ് നമുക്കുള്ളത്: തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. അപ്പോൾ ഓരോ ബാച്ചിലും 60 സീറ്റാണ് ഉള്ളത്. നമ്മുടെ പ്രോസ്പെക്ടസിൽ ഒരു ബാച്ചിൽ 60 സീറ്റാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ലോ കോളേജിൽ ഓരോ ബാച്ചിലും 70 പേർക്ക് വരെ അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന ഒരു ബാച്ചിൽ 60 സീറ്റുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ക്ലീയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ റിസർവേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് കാൻഡിഡേറ്റ്സ് ആയ ആസ്പിരൻസ് ആയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിസർവേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യമുള്ളത് മാൻഡേറ്ററി റിസർവേഷൻസ് ആണ്. അതായത് നിർബന്ധമായി കൊടുക്കേണ്ട റിസർവേഷൻ. അതായത് ടോട്ടൽ സീറ്റിലെ 60% സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണ്. ഓക്കെ, 60% സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണ്. അതിലേക്ക് ഏതൊരു വ്യക്തിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാസ്റ്റ് ക്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക്. പിന്നെ വരുന്നത് 30% SCBC കാറ്റഗറി റിസർവേഷൻ ആണ്. അപ്പോൾ SCBC കാറ്റഗറിക്ക് 30% സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പൊ SCBC കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്. ഇനി SCBC കാറ്റഗറിയിൽ ആരൊക്കെ പെടുന്നുണ്ട് നമുക്ക് നോക്കാം. ഈ SCBC കാറ്റഗറിയിലാണ് നമ്മുടെ ഈഴവ കാറ്റഗറി വരുന്നത്, മുസ്ലിം വരുന്നത്, അതർ ബാക്ക്വേർഡ് ഹിന്ദു വരുന്നത്, പിന്നെ ലാറ്റിൻ കത്തോലിക്ക ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് വരുന്നത് SCBCയിലാണ്. പിന്നെ ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, കൊശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അതുപോലെ കുടുംബി, ഇവരൊക്കെ SCBC കാറ്റഗറിയിലാണ് വരുന്നത്. 30% സീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സീറ്റ് റിസർവേഷൻ ഉണ്ട്. പിന്നെ SC ST കാൻഡിഡേറ്റ്സിന് 10% സീറ്റ് റിസർവേഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? മാൻഡേറ്ററി റിസർവേഷൻസ് വരുന്നത്. ജനറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിന് 60% സീറ്റുകൾ, 30% SCBC കാറ്റഗറിക്ക്, 10% SC ST കാൻഡിഡേറ്റ്സിന്. പിന്നെ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട റിസർവേഷൻ എന്ന് പറയുന്നത് EWS റിസർവേഷൻ ആണ്. 10% സീറ്റുകൾ EWS റിസർവേഷൻ ആണ്. ഈ EWS റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി ബാക്ക്വേർഡിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ. ഈ ജനറൽ കാറ്റഗറിയിൽ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? EWS റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ EWS കാറ്റഗറിക്ക് എലിജിബിൾ ആണോ എന്നൊന്ന് വീട്ടിലൊക്കെ ചോദിച്ചറിയാം. അങ്ങനെ EWS റിസർവേഷൻ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PWD കോട്ട, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. മൊത്തം ഗവൺമെന്റ് ലോ കോളേജിലെ 5% സീറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കാണ്. അപ്പൊ ഡിസബിലിറ്റി ഉള്ളവർക്ക് എന്താ? PWD കോട്ടയിലേക്ക് അപേക്ഷിക്കാം. മൊത്തം സീറ്റിലെ, ഗവൺമെന്റ് കോളേജിലെ മൊത്തം സീറ്റിലെ 5% എന്തുണ്ട്? PWD റിസർവേഷൻസ് ആണുള്ളത്. പിന്നെ വരുന്നത് സ്പെഷ്യൽ റിസർവേഷൻസ് ആണ്. ഓക്കെ, ഈ സ്പെഷ്യൽ റിസർവേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, വിമുക്ത ഭടന്മാര്, അതായത് മുൻ സൈനികര് അല്ലെങ്കിൽ മുൻ സൈനികരുടെ മക്കൾക്ക്, അങ്ങനെയുള്ളവർക്ക്, മുൻ സൈനികർക്ക് അല്ലെങ്കിൽ മുൻ സൈനികരുടെ മക്കൾക്ക് 4 ഗവൺമെന്റ് കോളേജിലും ഓരോ സീറ്റ് വീതമുണ്ട്. അതായത് ഓരോ ഗവൺമെന്റ് കോളേജിലും ഓരോ സീറ്റ് വീതം. ഓക്കെ, 4 ഗവൺമെന്റ് കോളേജിൽ ഓരോ സീറ്റ് വീതം, അതായത് ഓരോ ഗവൺമെന്റ് കോളേജിലും ഓരോ സീറ്റ് വീതം. പിന്നെ രണ്ടാമത് വരുന്ന ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ്, അതായത് കണ്ണ് കാണാൻ സാധിക്കാത്തവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഗവൺമെന്റ് കോളേജിലും, ഓരോ ഗവൺമെന്റ് കോളേജിലും ഓരോ സീറ്റ് വീതമുണ്ട്. പിന്നെ വരുന്നത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ടയും അങ്ങനെ തന്നെയാണ്, ഓരോ ഗവൺമെന്റ് കോളേജിലും
ഓരോ സീറ്റ് വീതം സ്പോർട്സ് കോട്ട കാൻഡിഡേറ്റ്സിനും ഉണ്ട്. അപ്പോൾ സ്പോർട്സ് കോട്ടയിലൊക്കെ നോക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പാരാമിലിറ്ററി പേഴ്സണൽ, ഓക്കെ, എക്സ് പാരാമിലിറ്ററി പേഴ്സണൽ, മുന്നേ പാരാമിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചവർക്ക് അല്ലെങ്കിൽ മുന്നേ പാരാമിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചവരുടെ മക്കൾക്ക് അവർക്കും ഓരോ ഗവൺമെന്റ് കോളേജിൽ ഓരോ സീറ്റ് വീതമുണ്ട്, റിസർവേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർ അത് ആ റിസർവേഷന് വേണ്ടി അപേക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ എറണാകുളം ലോ കോളേജിലെ ഒരു സീറ്റ് ലക്ഷദ്വീപ് എന്നുള്ള കുട്ടികൾക്കാണ്. ഓക്കെ, അങ്ങനെ ലക്ഷദ്വീപിൽ നിന്നുള്ള ആരെങ്കിലും ഈ കണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, എറണാകുളം ലോ കോളേജിലെ ഒരു സീറ്റ് ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ റിസർവേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നത് NCC കോട്ടയാണ്. നമ്മൾ മുന്നത്തെ റിസർവേഷൻ പറഞ്ഞപ്പോൾ എല്ലാ ലോ കോളേജിനും ഓരോ സീറ്റ് വീതമാണ്. പക്ഷേ NCC കോട്ട റിസർവേഷൻ മൊത്തം ലോ കോളേജുകൾ, മൊത്തം ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റാണ്. അത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം 5 ഇയറിൽ അത് തൃശ്ശൂർ ലോ കോളേജിലായിരുന്നു NCC കോട്ട സീറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ വർഷത്തെ NCC കോട്ട സീറ്റ് ഏത് ഗവൺമെന്റ് ലോ കോളേജിലാണെന്നുള്ളതെന്ന് പ്രോസ്പെക്ടസ് വരുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ 3 ഇയറിലേക്ക് വരുമ്പോൾ 2 NCC കോട്ട സീറ്റ് ഉണ്ട്. ഓക്കെ, അതും റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്തിനും അതുപോലെ തന്നെ കോഴിക്കോടിനുമായിരുന്നു ആ 2 സീറ്റുകളുടെ കോട്ട ഉണ്ടായിരുന്നത്. അത് ഈ വർഷം വരുമ്പോൾ മാറും. ഓക്കെ, അത് ഈ വർഷത്തെ 3 ഇയറിന്റെ പ്രോസ്പെക്ടസ് വന്നാലാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർവേഷൻസ് ഉള്ളത്. അപ്പൊ ഈ കണ്ടന്റ് കാണുന്ന ഇതിലേതെങ്കിലും റിസർവേഷൻസ് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ റിസർവേഷനുകൾക്കെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ഇതൊക്കെ ഗവൺമെന്റ് കോളേജിലേക്കുള്ള സീറ്റ് റിസർവേഷൻ ആണ്. ഓക്കെ, ഒരു ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് ആണ്. ഇറ്റ് ഈസ് സോ വാല്യുബിൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻസ്, ഞാൻ ഈ മേൽ പറഞ്ഞ റിസർവേഷൻസ് ഏതെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ആ റിസർവേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ റിസർവേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസർവേഷന്റെ കാര്യങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാണ്ട് പിന്നീട് അഡ്മിഷൻ സമയത്ത് നമുക്ക് ഈ റിസർവേഷൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഈ റിസർവേഷനായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നാലാണ് അഡ്മിഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാണ്ട് അവസാനം അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട റിസർവേഷൻസ് ഉള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, EWS കാറ്റഗറിയിലുള്ള ഒരു 10% സീറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മയോടൊക്കെ ചോദിക്കുക, EWS കാറ്റഗറി ആണോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ PWD കോട്ട, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റിക്കാർക്ക് 5% സീറ്റുകളുണ്ട്. മൊത്തം ഗവൺമെന്റ് ലോ കോളേജുകളിലെ 5% സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുൻ സൈനികരുടെ മക്കൾക്ക്, അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സ്പോർട്സ് കോട്ട കാൻഡിഡേറ്റ്സിന് ഉണ്ട്. അതുപോലെ തന്നെ മുന്നേ എന്താ പറയുക, പാരാമിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചവർ, അതുപോലെ തന്നെ മുന്നേ പാരാമിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചവരുടെ മക്കൾക്ക്, അതുപോലെ ലക്ഷദ്വീപിലെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ നമ്മുടെ എറണാകുളം ലോ കോളേജ് റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ NCC കോട്ടയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് റിസർവേഷൻ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കും. നമ്മൾ ധാരാളം കണ്ടന്റ്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.